ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ വിപണി ലക്ഷ്യമിട്ട് നിസാൻ പുതിയ ടെക്ടൺ മിഡ് സൈസ് SUV അവതരിപ്പിക്കുന്നു. ഫെബ്രുവരിയിൽ ടെക്ടൺ വരുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ വിപണിയിൽ നിരവധി പുതിയ യൂട്ടിലിറ്റി വാഹനങ്ങൾ എത്തിക്കാനാണ് ജാപ്പനീസ് വാഹന ബ്രാൻഡായ നിസാന്റെ പദ്ധതി. നിലവിലുള്ള ഡിസൈൻ ഭാഷയും പവർ ട്രെയിനും നിലനിർത്തിക്കൊണ്ട് കുറച്ച് പുതിയ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന അപ്ഡേറ്റ് ചെയ്ത മാഗ്നൈറ്റ് സബ് കോമ്പാക്ട് പുറത്തിറക്കും. തുടർന്ന് നിസാൻ ഗ്രാവൈറ്റ് സബ് കോമ്പാക്ട് MPVയും നിസാൻ ടെക്ടൺ മിഡ് സൈസ് SUVയും പുറത്തിറക്കും. നിസാൻ ഗ്രാവൈറ്റ് സബ് കോമ്പാക്ട് MPV ജനുവരിയിൽ അരങ്ങേറ്റം കുറിക്കുകയും മാർച്ചിൽ വിൽപ്പനയ്ക്കെത്തുകയും ചെയ്യും. നിസാൻ ടെക്ടൺ മിഡ് സൈസ് SUV 2026 ഫെബ്രുവരിയിൽ പ്രദർശിപ്പിക്കും. 2026 ജനുവരി 26 പുറത്തിറങ്ങാനിരിക്കുന്ന മൂന്നാം തലമുറ റെനോ ഡസ്റ്ററിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിസാൻ ടെക്ടൺ ഒരുങ്ങുന്നത്. C ആകൃതിയിലുള്ള ഡിസൈൻ ഘടകങ്ങളും ക്യാരക്ടർ ലൈനുകളുമുള്ള വലിയ ഗ്രില്ലും മുൻവശത്തെ കണക്റ്റഡ് LED ഹെഡ്ലാമ്പുകളും SUVയിൽ ഉണ്ടാകുമെന്ന് ഔദ്യോഗിക ടീസറുകൾ സ്ഥിരീകരിക്കുന്നു. മൾട്ടി സ്പോക്ക് അലോയ് വീലുകൾ, കണക്റ്റഡ് LED ടെയിൽ ലാമ്പുകൾ, റൂഫിൽ ഘടിപ്പിച്ച റിയർ സ്പോയിലർ, സിൽവർ ഫിനിഷുള്ള ബ്ലാക്ക് റിയർ ബമ്പർ എന്നിവയാണ് മറ്റ് ഡിസൈൻ ഹൈലൈറ്റുകൾ. പുതുതലമുറ റെനോ ഡസ്റ്ററിന് സമാനമായി പുതിയ നിസാൻ മിഡ് സൈസ് SUVയിലും പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകൾ മാത്രമേ ലഭ്യമാകൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട. ഇന്ത്യയിലെ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി ട്രൂ കോളർ സൗജന്യ AI അധിഷ്ഠിത വോയിസ് മെയിൽ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായി സൗജന്യമായി ഉപയോഗിക്കാവുന്ന AI-യിൽ പ്രവർത്തിക്കുന്ന വോയിസ് മെയിൽ ട്രൂ കോളർ പുറത്തിറക്കി. പുതിയ വോയിസ് മെയിൽ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ട്രാൻസ്ക്രിപ്ഷൻ സൗകര്യമാണ്. ലഭിക്കുന്ന വോയിസ് മെയിലുകൾ കേൾക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണെങ്കിൽ അവ അപ്പോൾ തന്നെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റി വായിക്കാൻ സാധിക്കും. ഇത് മലയാളം ഉൾപ്പെടെയുള്ള 12 ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാണ് എന്നത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് വലിയൊരു നേട്ടമാണ്. ഈ അസിസ്റ്റന്റ് നിങ്ങൾക്ക് വേണ്ടി കോളുകൾ അറ്റൻഡ് ചെയ്യുകയും വിളിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുകയും അവരുടെ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുകയും ചെയ്യും. ഫോണിലെ കോൾ ഫോർവേഡിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെയാണ് വോയിസ് മെയിൽ സേവനം പ്രവർത്തിക്കുന്നത്. ഈ സേവനം നിങ്ങളുടെ ഫോണിൽ ലഭ്യമാക്കാൻ ട്രൂ കോളർ ആപ്പിന്റെ ഏറ്റവും പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നിലവിൽ ഇന്ത്യയിലാണ് ഈ പരീക്ഷണം ആരംഭിച്ചിരിക്കുന്നതെങ്കിലും വിജയകരമായ ഘട്ടത്തിന് ശേഷം മറ്റ് ആഗോള വിപണികളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. OnePlus ടർബോ സീരീസ് ഉടൻ പുറത്തിറങ്ങും. ശക്തമായ ബാറ്ററി ലൈഫാണ് ഏറ്റവും വലിയ സവിശേഷത. OnePlus ടർബോ സീരീസിന്റെ ലോഞ്ച് കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. OnePlus ചൈനയുടെ പ്രസിഡന്റ് ലീ ജി ലൂയിങ് വെയ്ബോയിലെ ഒരു പോസ്റ്റിലൂടെ ഇക്കാര്യം വ്യക്തമാക്കി. OnePlus ടർബോ ഒന്നിലധികം ഹാൻഡ്സെറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു സീരീസ് ആയിരിക്കുമെന്ന് ലീ ജി ലൂയിസ് പറഞ്ഞു. അതേസമയം സീരീസിന്റെ സ്പെസിഫിക്കേഷനുകളൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. എങ്കിലും OnePlus ടർബോ സീരീസിന് സെഗ്മെന്റിലെ ഏറ്റവും ശക്തമായ ബാറ്ററി ലൈഫ് ഉണ്ടായിരിക്കും. കമ്പനിയുടെ മുൻനിര ഡിവൈസുകളുടെ അതേ പെർഫോമൻസ് ഘടകങ്ങൾ OnePlus ടർബോ സീരീസിനും ലഭിക്കുമെന്ന് OnePlus ചൈന പ്രസിഡന്റ് ലീ ജി പറഞ്ഞു. OnePlus 15 ശക്തി പകരുന്ന അതേ സ്നാപ്ഡ്രാഗൺ 8 Gen 8 Elite Gen 5 ചിപ്സെറ്റ് ഈ സ്മാർട്ട് ഫോണിലും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ടർബോ സീരീസ് ഗെയിമിംഗ് കേന്ദ്രീകരിച്ചുള്ള ഒരു ലൈനപ്പ് ആയിരിക്കും. ഈ സ്മാർട്ട് ഫോണിന് 6.78 ഇഞ്ച് LTPS OLED സ്ക്രീനും 1.5K റെസൊല്യൂഷനും 144 Hz അല്ലെങ്കിൽ 165 Hz റിഫ്രഷ് റേറ്റും ഉണ്ടായിരിക്കുമെന്ന് സൂചനയുണ്ട്. 9000 mAh ബാറ്ററി ഉണ്ടാകും. അധികം വൈകാതെ ഫോൺ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.